Praise the Lord. We greet you all in the name of our Lord and Savior Jesus Christ. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. Today we are delighted to begin this new year and the new episode with a translation of the message into Malayalam. ഈ പുതിയ വർഷത്തിൽ ഈ പുതിയ എപ്പിസോഡ് ഒരു മലയാളം ട്രാൻസ്ലേഷനോട് കൂടി ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We have been receiving a lot of requests during the last year about getting this particular messages translated into Malayalam. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ധാരാളം അഭ്യർത്ഥനകൾ ലഭിക്കുകയുണ്ടായി ഈ സന്ദേശം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യണമെന്ന്. After much prayer and discussion, we have decided to launch this ministry for the Malayalam audience as well. ദൈവാലോചന പ്രകാരവും പ്രാർത്ഥനയോടുകൂടിയും ഈ സന്ദേശത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And to do this job, I could not find a better person than my own life partner, my wife Usha James. ഈ പരിഭാഷയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ തന്നെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. For those of you who are not familiar to us and our family, we've been married for 21 years. ഞങ്ങളെ പരിചയമില്ലാത്തവർക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. For the last 21 years, we have been in full-time ministry here in northern part of India. കഴിഞ്ഞ 21 വർഷമായിട്ട് ഞങ്ങൾ ഈ വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. And today it is wonderful to serve the Lord together through this television ministry for the very first time. ഈ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ ഇന്ന് കർത്താവിന്റെ വേലയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We pray that these messages will be a blessing as we bring this to you both in English and in Malayalam. ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പരിഭാഷയോടും കൂടി ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We encourage you to share this good news of this message being translated into Malayalam with all your friends so that the Malayalam audience also can tune into Harvest Television every Sunday from 6:30 to 7 o'clock and listen to solid teaching of God's word. എല്ലാ ഞായറാഴ്ചയും 6:30 മുതൽ 7 വരെ ഈ പ്രോഗ്രാം ഉള്ള വിഷയം നിങ്ങളുടെ കൂട്ടുകാരോടും സ്നേഹിതരോടും ദയവായി അറിയിച്ചാലും. As we begin this new year, we have a special word to encourage you. നമ്മൾ ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സന്ദേശവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. We pray that you will hear this word of God with an open heart. ഒരു തുറന്ന ഹൃദയത്തോടു കൂടി നിങ്ങൾ ഈ വചനം കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Let us pray. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Father, we thank you for this new year. പിതാവേ, ഞങ്ങൾ ഈ പുതിയ വർഷത്തിനായി നിന്നെ സ്തുതിക്കുന്നു. We thank you for the opportunities to begin our life in a new and a fresh way even at the very beginning of this year. ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ ജീവിതമായി ആരംഭിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. We pray that the word of God can lay the foundations for those new decisions, new resolutions in our lives. ദൈവവചനത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ട് പുതിയ തീരുമാനങ്ങളോടുകൂടി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Speak to us through your word. നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. In Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Today we want to speak about having the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. In this new year of 2016, ഈ പുതിയ 2016 വർഷത്തിൽ as we begin afresh once again our Christian life, ഒരിക്കൽ കൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പുതുതായി നമ്മൾ ആരംഭിക്കുമ്പോൾ we can have a special new beginning with the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സോടുകൂടി നമ്മൾക്കൊരു പുതിയ വർഷം ആരംഭിക്കുവാൻ കഴിയും. When God created man, he gave the choice for men to decide to live by God or live according to his own will and according to his own flesh. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനും അല്ല എങ്കിൽ സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവകാശം കൊടുത്തു. But in Genesis chapter 2 verse 16 to 17, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ we see God giving a command to Adam and Eve. ദൈവം ആദമിനും ഹവ്വയ്ക്കും ഒരു കൽപ്പന കൊടുത്തതായി നമ്മൾ വായിക്കും. They can enjoy the garden and eat of all the fruit except the fruit of the tree of good and evil. യഹോവയായ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. Tragically, Adam and Eve disobeyed God and was led by devil in the very first command itself. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദമും ഹവ്വായും ദൈവത്തെ അനുസരണക്കേട് കാണിക്കുകയും അവർ ആ വൃക്ഷഫലം കഴിക്കുകയും ചെയ്തതായിട്ട്. They had to pay a heavy price for the disobedience and for their own choice. അവരുടെ അനുസരണക്കേടിനും അവരുടെ സ്വന്തമായ തീരുമാനത്തിനും വലിയ വില കൊടുക്കേണ്ടി വന്നതായി നമുക്ക് കാണുന്നു. And so it is important for us to have the mind of God in order to live under the blessings of God.
ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സോടുകൂടി ദൈവഹിതപ്രകാരം ജീവിക്കണമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. I believe the year 2016 is going to be a great year of blessing and prosperity and His grace for many of you. 2016 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവികമായ അനുഗ്രഹങ്ങളുടെയും വർഷമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. No greetings or no wishes or no prayers of great servants of God are not going to do any good to us until and unless we make a personal choice to live by the mind of God in order to live by the blessings of God. നമ്മൾ ദൈവിക ആലോചനകളെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പുതുവത്സര ആശംസകളോ നമ്മുടെ സ്വന്തമായ തീരുമാനങ്ങളോ ദേവദാസന്മാരുടെ പ്രാർത്ഥനയോ ഒന്നും നമ്മളെ അനുഗ്രഹകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതല്ല. Deuteronomy chapter 30 verse 19, we have a wonderful promise from God. ദിനവൃത്താന്ത പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹകരമായ വചനം കാണുവാൻ സാധിക്കും. Here it says, I have set before you life and death. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, Blessing and cursing. അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. Therefore choose what you want. അതുകൊണ്ട് നിനക്ക് എന്ത് വേണം എന്നുള്ളത് നീ തിരഞ്ഞെടുത്തുകൊള്ളുക. And so this year 2016, the choice is right in your hand. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ 2016 തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള To കാര്യമാണ്. choose life or death, നിങ്ങൾ ജീവൻ വേണോ മരണം വേണോ എന്ന് തിരഞ്ഞെടുക്കുക, choose blessing or cursing. അനുഗ്രഹം വേണോ ശാപം വേണോ എന്ന് തിരഞ്ഞെടുക്കുക. In Matthew chapter 6 verse 24, Jesus goes on to speak like this. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നതായി നാം വായിക്കുന്നു. No man can serve two masters. ഒരു മനുഷ്യനും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുന്നതല്ല. For either he will hate one and love the other, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, or he will hold on to the one and despise the other. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. You cannot serve God and mammon. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. So today we can actually choose who we want to serve. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ആരെ നമ്മൾക്ക് സേവിക്കണം, ആരെ നമ്മൾക്ക് അനുസരിക്കണം എന്നുള്ളത്. Whose mind we need to have. ആരുടെ മനസ്സാണ് നമുക്ക് വേണ്ടത്? We can freely choose to serve the Lord with all our heart നമുക്ക് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തെ സേവിപ്പാൻ സാധിക്കും. and receive the blessings that comes with God. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ളതായ സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ Or പറ്റും. we can choose not to serve God and live under the curses and the problems that are attached with living by the will of the devil. അല്ലെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് പിശാചിന്റെ അടിമകളായി നടന്നുകൊണ്ട് ശാപത്തിന് അടിമകളായി തീരും. Joshua said the same thing to the people of Israel. യോശുവയും ഇസ്രായേൽ ജനത്തോട് ഇതേ കാര്യം പറയുന്നതായി നാം In വായിക്കുന്നു. Joshua chapter 24 verse 15. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം കാണും. Choose this day who you will serve. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക ആരെ നിങ്ങൾ സേവിക്കും എന്നുള്ളത്. You have to make a choice. നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് ചെയ്തേ മതിയാകൂ. Everything that we do in life is based on a choice. നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതൊരു തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. So what is our choice for the year 2016? അതുകൊണ്ട് ഈ 2016 എന്ന പുതുവർഷത്തിൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? Are we choosing to have the mind of Christ? നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുവാൻ തിരഞ്ഞെടുക്കുന്നുണ്ടോ? A deliberate and intentional choice to live by God's mind. ക്രിസ്തുവിന്റെ മനസ്സിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ബോധപൂർവവും മനഃപൂർവമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ? David Wilkinson, the author of the book Cross and the Switchblade, wrote like this. ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖകനായ ഡേവിഡ് വിൽക്കേഴ്സൺ ഇപ്രകാരം പറയുകയുണ്ടായി. Rebellion is a refusal to seek God's mind in all things. എല്ലാ കാര്യങ്ങളിലും ദൈവാലോചനയെ അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് മറുതലിപ്പുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. We can never obtain the mind of God relying on our own mind. നാം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സാധിക്കുകയില്ല. Many times we want our reasoning, our intellect to decide how we go about make decisions in life. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പല വിധത്തിലുള്ളതായ കാര്യകാരണ സഹിതമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. But today God is calling us to align our will to His will. എന്നാൽ ഇന്ന് ദൈവം നമ്മളെ വിളിക്കുന്നത്, നമ്മോട് പറയാനുള്ളത് ദൈവത്തിന്റെ മനസ്സിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്.
And so as I was meditating this word, Philippians chapter 2 verse 5 came to my mind. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. Here Paul says, let this mind be in you which was also in Christ Jesus. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. And so Paul is encouraging the believers in the Philippian church that they should live by the mind of Christ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ ബോധിപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. Sometimes we read the scripture and wonder how I can have the mind of Christ. ഈ വചനം വായിച്ചിട്ട് നാം ചിന്തിച്ചേക്കാം എനിക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ സാധിക്കുമെന്ന്. And that is true. അത് സത്യമാണ്. Just because we made a decision to live by the mind of God, we cannot live by the mind of God. നമ്മൾ വെറുതെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിപ്പാൻ നമുക്ക് സാധ്യമല്ല. We cannot truly have the mind of God until and unless we are willing to allow God to govern our mind, our will and our emotions. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ വികാരങ്ങളെയും ക്രിസ്തുവിന്റെ അധീനതയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. And that is why putting on the mind of God is more than just a decision or an attitude. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മനസ്സ് ധരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സാധാരണ രീതിയിലുള്ള ചിന്തയേക്കാൾ ഉപരിയാണെന്ന് പറഞ്ഞത്. Jesus had something much more deeper than a disposition or an attitude or a decision to live by the will of the Father. ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും സാധാരണ ഒരു നല്ല ചിന്താഗതി എന്നുള്ളതിനേക്കാൾ ഉപരിയായി പിതാവിനെ അനുസരിക്കുവാനുള്ള മനസ്സ് ക്രിസ്തുവിനുണ്ടായിരുന്നു. He was willing to allow God, his heavenly Father, to govern and to direct his life. സ്വർഗീയനായ പിതാവ് തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് ക്രിസ്തു അവകാശം കൊടുത്തിരുന്നു. In Philippians chapter 2 verse 5, this portion that we have read gives us the scope and the possibility that we too can have the mind of God. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് പ്രകാരം നമുക്കും ക്രിസ്തുവിന്റെ മനസ്സ് ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. If it was something practically impossible, Paul would not have put that verse as a challenge to the believers. നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും അത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതി വെക്കുകയില്ലായിരുന്നു. And that's what we read in Philippians chapter 2 verse 13. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. For it is God who is working in you, ദൈവമാണ് നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, both to will and to work for his good pleasure. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. God is working in us. ദൈവം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. We need to allow God to work in us so that we can have his mind. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി കൊടുത്താലേ നമുക്ക് ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. Many times we talk about heart. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. Talk about spiritual heart transplant. ആത്മീയമായ ഒരു ഹൃദയത്തിന്റെ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. But what Paul is demanding here is a mind transplant. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മോട് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിന്റെ രൂപീകരണം അല്ലെങ്കിൽ രൂപാന്തരം എന്നുള്ളതാണ്. Throughout the scripture, Paul encourages believers to have a renewal of their mind. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. And not to conform to the pattern of this world. ഈ ലോകത്തിന് അനുരൂപരായി തീരരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. And so what does it mean to really to have the mind of Christ and to live by the mind of Christ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിൻ പ്രകാരം ജീവിക്കുക എന്നാൽ എന്താണ് അർത്ഥം? When we read Romans chapter 12 verse 16 to 17, നാം റോമാലേഖനം 12-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ Paul exhorts us like this. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു, Be of the same mind towards one another. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ഐകമത്യമുള്ളവരായിരിപ്പീൻ. Do not be haughty in our mind, നമ്മുടെ മനസ്സിൽ ഉന്നതന്മാരെന്ന് നമ്മെ തന്നെ but വിചാരിക്കരുത്, associate with the lowly. എന്നാൽ മറ്റുള്ള എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. Do not be wise in your own estimation. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. The mind of Christ cannot come to a proud mind. ക്രിസ്തുവിന്റെ മനസ്സ് ഒരു ഉന്നത ഭാവമുള്ള വ്യക്തിയിൽ ഒരിക്കലും വസിക്കുവാൻ സാധിക്കുന്നതല്ല. The key to having the mind of Christ is to have a life of humility.
ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്നുള്ളതിന്റെ കുഞ്ചി താഴ്മയുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. And a love for one another. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. And so without humility and love for one another, we cannot have the mind of Christ. താഴ്മയും അന്യോന്യ പരസ്പര സ്നേഹവും ഇല്ലാതെ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ധരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല. Look at what Jesus himself had to do. യേശു ക്രിസ്തു തന്നെ എപ്രകാരം ജീവിച്ചു, എപ്രകാരം എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. In the book of Philippians chapter 2 verse 6 to 8, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, having explained how we are to have the mind of Christ, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം Paul is demonstrating the practicalities of that from the very life of Jesus. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ പ്രായോഗികമായി വരച്ചു കാട്ടുന്ന ചിത്രം നാം ഇവിടെ കാണുന്നു. Here we read, ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, who though he was in the form of God did not count equality with God a thing to be grasped, but made himself nothing, taking the form of a servant, being born in the likeness of men, and being found in human form, he humbled himself by becoming obedient to the point of death, even death on the cross. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. The whole incarnation was made possible because Jesus had the mind of God. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചതിന് തന്നെ കാരണം യേശുക്രിസ്തുവിന് പിതാവിന്റെ മനസ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. We must realize that he was the Son of God. യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. The Bible says, in the beginning was the Word. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, And the Word was with God. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, And the Word became flesh. വചനം ജഡമായി തീർന്നു. And that is what the world has celebrated just a couple of weeks ago. അതാണ് ഈ ലോകത്തിൽ ക്രിസ്തുമസ് ആയിട്ട് ഈ ലോകത്തിലുള്ള ആൾക്കാര് ആചരിച്ചു കൊണ്ടിരുന്നത്. But without the mind of Christ, truly even Christmas is not possible. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ നമ്മൾ ക്രിസ്തുമസ് എന്ന ആഘോഷം ചെയ്താൽ പോലും അതിന് യാതൊരു അർത്ഥവും ഉണ്ടാകുകയില്ല. Without the mind of Christ, truly you cannot reveal the real Son of God. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കില്ലെങ്കിൽ ദൈവപുത്രനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നതല്ല. And I believe this year 2016 is going to be a year of the manifestation of the sons of God in this world. ഈ 2016 എന്ന പുതുവർഷത്തിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ദൈവപുത്രനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Not only during the season of Christmas, ക്രിസ്തുമസ് എന്ന ഒരു സീസണിൽ മാത്രമല്ല, not only through the carols, ക്രിസ്തുമസ് ഗാനങ്ങളിൽ കൂടെ മാത്രമല്ല, not only through the Christmas trees, ക്രിസ്മസ് ട്രീയിൽ കൂടെ മാത്രമല്ല, not only through the Santa Claus, സാന്റാക്ലോസിൽ കൂടെയല്ല, but throughout the year we as God's people are to display to this world God's Son come into this world to take away the sins of all mankind. വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ മുഴുവൻ സമയവും ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. And we can do that when we have the love for the people who are lowly, people who are lost, the sinners, just as Jesus had, and is willing to humble themselves and come down to their situation. We are able to reach out to those people. യേശുക്രിസ്തുവിനെ പോലെ നാം ഓരോരുത്തരും താഴ്മയുള്ളവരും നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ഒരു മനസ്സുള്ളവരും ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. During the Christmas story, we have certain characters that made Christmas possible. ക്രിസ്തുമസിന്റെ കഥ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പലവിധ വ്യക്തികളെ കുറിച്ച് കാണുവാൻ സാധിക്കും. Imagine one of you is the main character in that Christmas story. നിങ്ങളിൽ ഒരാൾ ഈ ക്രിസ്തുമസ് കഥയിലെ ഒരംഗമാണെന്ന് വിചാരിക്കുക. Imagine you are Zechariah, നിങ്ങൾ സക്കറിയ പുരോഹിതനാണെന്ന് ചിന്തിക്കുക, or you are Elizabeth, അല്ലെങ്കിൽ എലിസബത്ത് ആണെന്ന് ചിന്തിക്കുക, or you are Joseph or Mary, യോസഫോ മേരിയോ ആണെന്ന് ചിന്തിക്കുക, or you are the shepherds or the magi. നാം ആട്ടിടയന്മാരോ വിദ്വാൻമാരോ ആണെന്ന് ചിന്തിക്കുക. They had the mind of God to make Christmas a reality, a possibility. ക്രിസ്തുമസ് എന്നുള്ളത് സാധ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി അവർക്കൊരു ദൈവികമായ മനസ്സ് ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. There were people of different nature, different caliber. വ്യത്യസ്തമായ പ്രകൃതങ്ങളുള്ളവരും വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരുന്നവരും ആയിരുന്നു ഈ പറഞ്ഞ വ്യക്തികൾ. But they all had one thing in common.
എന്നാൽ അവരിൽ എല്ലാവരിലും നാം ഒരു ഗുണം കാണുന്നു. They all possessed the mind of God to seek the Savior and to find the Savior and to reveal to the world the Savior that was born. എന്നാൽ അവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവത്തിന്റെ മനസ്സോടുകൂടി രക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. But there was one character by the name Herod. എന്നാൽ ഹെരോദാവ് എന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. He tried to imitate or tried to act like he had the mind of God. അദ്ദേഹവും ദൈവത്തിന്റെ മനസ്സുള്ളവനെ പോലെ അഭിനയിക്കുവാൻ ശ്രമിച്ചു. But he could only pretend. എന്നാൽ അദ്ദേഹത്തിന് അഭിനയിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. He was trying behind the scene all along to destroy Christmas from becoming a reality. എന്നാൽ ക്രിസ്തുമസ് എന്ന ആശയത്തെ ലോകത്തിൽ കൊണ്ടുവരുന്നതിനെ നശിപ്പിച്ചു കളയുന്നതിനാണ് ഹെരോദാവ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. What we see from the very first Christmas event itself, ക്രിസ്തുമസ് എന്ന ഈ ഒന്നാമത്തെ സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് that they all had the mind of God to make Christmas a reality. ക്രിസ്തുമസ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി അവർക്കെല്ലാവർക്കും ദൈവത്തിന്റെ മനസ്സുള്ളവരായിരുന്നു. But today in the world, എന്നാൽ ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ God has placed us as characters who continue to play the Christmas story in the world. ക്രിസ്തുമസ് എന്ന യാഥാർത്ഥ്യത്തെ ഈ ലോകത്തിൽ തുടർമാനമായി കൊണ്ടുപോകുന്നതിനാണ് നാം ഓരോരുത്തരെയും ദൈവം ഈ The ലോകത്തിലാക്കിയിരിക്കുന്നത്. Christmas story has not finished yet. ക്രിസ്തുമസ് എന്ന യാഥാർത്ഥ്യം ഇതുവരെ പൂർണ്ണമായി തീർന്നിട്ടില്ല. There is still people out there sitting in darkness. ഇപ്പോഴും അന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങൾ ലോകത്തിലുണ്ട്. The light of God is yet to be dawned upon them. ദൈവത്തിന്റെ പ്രകാശം അവരുടെ മേൽ ഉദിക്കേണ്ടതാകുന്നു. There are sinners who are still lost in the sinful ways of this world. ഈ ലോകത്തിൻ്റെതായ ഗതികളിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക പാപികൾ ഈ ലോകത്തിലുണ്ട്. There are still people that have never heard the name of Jesus Christ. ഒരിക്കലും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. And we are the only people that are created by God, placed on this world for such a time as this to manifest and to declare the righteousness of God over their lives. ഇങ്ങനെയുള്ള ഒരു സമയത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നു. Do you have the love for the people who are lowly, people who are poor and hungry and neglected by the mainstream? എളിയവരോടും കഷ്ടത്തിലായിരിക്കുന്നവരോടും നശിച്ചു പോകുന്നവരോടും നമുക്ക് സ്നേഹമുണ്ടോ? Do you have the humility and the willingness to reach out to other people around you? മറ്റുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള താഴ്മ നിങ്ങൾക്കുണ്ടോ? I pray that the year 2016 will be a year of humility and love for the sinners and people who are lost. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ പുതിയ വർഷത്തിൽ 2016 നശിച്ചു പോകുന്ന പാപികളായ ജനങ്ങളോടുള്ള സ്നേഹം നമുക്ക് കാണിക്കുവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. And that is what truly the having the mind of Christ is all about. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്. And that brings me to my second point. ഇതെന്നെ എൻ്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു. Having the mind of Christ means we mind the things of God or the things that concerns to our God. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ കാര്യങ്ങളെ നോക്കുന്നവരായിരിക്കുക എന്നുള്ളതാണ്. Many times as we make new decisions and new resolutions to follow God, പലപ്പോഴും നമ്മൾ പുതുവർഷ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ പറയും നാം ക്രിസ്തുവിനെ അനുസരിക്കുകയും ക്രിസ്തുവിനെ പിൻപറ്റുകയും ചെയ്യാമെന്ന്. but as we move along we forget and we get into our own groove. എന്നാൽ സമയം കഴിയുന്തോറും നാം അതിനെ മറക്കുകയും നമ്മുടേതായ ചിന്തകളിൽ ജീവിക്കുകയും ചെയ്യാറുണ്ട്. And we forget to continue to follow what is the mind of God. ദൈവത്തിന്റെ മനസ്സ് എപ്രകാരമുള്ളതെന്ന് മറന്ന് നമ്മൾ ജീവിക്കുന്നവരായി തീരാറുണ്ട്. And that's what we see in the life of Peter. പത്രോസിന്റെ ജീവിതത്തിലും നാം അത് തന്നെയാണ് കാണുന്നത്. In Matthew chapter 16 verse 23, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. here Jesus had to turn to Peter and say to him like this, "Get thee behind me, Satan. You are a hindrance to me, for you are not setting your mind on the things of God, but on the things of this world." ഇവിടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. And so we see Peter not having the mind of Christ. ഇവിടെ നാം കാണുന്നത് പത്രോസിന് ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ്. And what does Jesus calls a person living outside the will of God? ദൈവത്തിന്റെ ഇച്ഛപ്രകാരം അല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ യേശു ക്രിസ്തു ഇവിടെ എന്താണ് വിളിക്കുന്നത്? He calls him Satan. യേശു ക്രിസ്തു അവനെ സാത്താൻ എന്ന് വിളിക്കുന്നു. He is not even calling his name. അവന്റെ പേര് പോലും അല്ല ഇവിടെ And വിളിക്കുന്നത്. so if you don't have the mind of Christ,
അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സില്ല എങ്കിൽ Jesus is saying, യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, you have the mind of Satan. നിങ്ങൾക്ക് പിശാചിന്റെ It മനസ്സുള്ളവരാണ്. is like George Bush saying to the people of Iraq and Saddam Hussein during the war, either you are with us or with them. യുദ്ധകാലത്ത് ജോർജ് ബുഷ് ആൾക്കാരോട് പറയുകയുണ്ടായി, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ സദ്ദാം ഹുസൈന്റെ ഗ്രൂപ്പിലാണ്. It is just like that. അങ്ങനെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Jesus is saying, യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, either you follow me and live by my mind, ഒന്നുകിൽ നിങ്ങൾ എന്നെ അനുഗമിച്ച് എന്റെ മനസ്സിൻ പ്രകാരം ജീവിക്കുക, do what I have commanded you to do, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുക, or you are doing the mind of Satan. അല്ലെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മനസ്സുള്ളവരായിട്ടാണ് ജീവിക്കുന്നത്. And so to have the mind of God and to live by the mind of God means we mind the business of God. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സുള്ളവരായി ദൈവഹിത പ്രകാരം ജീവിക്കുക എന്നാൽ ദൈവത്തെ അനുസരിച്ച് To ജീവിക്കുക bring എന്നുള്ളതാണ്. glory and honor to his name. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ To ജീവിക്കുന്നത്. restore the creation to its original splendor once again. സൃഷ്ടിയെ അതിന്റെ പ്രാരംഭ മഹിമയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആയിരിക്കണം നാം ജീവിക്കുന്നത്. And to provide salvation for the sinners. പാപികൾക്ക് ഉദ്ധാരണം ഉണ്ടാക്കുവാൻ വേണ്ടി. It means we identify with the purposes of Christ. അതിന്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിന്റെ ഉദ്ദേശപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. In Luke chapter 19 verse 10, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 10 the വാക്യത്തിൽ purpose of Jesus Christ is clearly outlined. യേശു ക്രിസ്തുവിന്റെ ജീവിത ഉദ്ദേശത്തെ നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. Here it says Jesus came to seek and to save that was lost. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. And so that is our business too, നമ്മുടെ ബിസിനസ്സും അത് തന്നെയാണ്, to seek and save the lost. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുക എന്നുള്ളത്. To reach out to the people with the good news of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ശുഭ സന്ദേശവുമായി നഷ്ടപ്പെടുന്ന ജനത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുക To എന്നുള്ളത്. bring the light of Jesus Christ to those who are sitting in darkness. ഇരുളിലും അന്ധകാരത്തിലും ഇരിക്കുന്നവർക്ക് യേശുവിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. And so to have the mind of God means അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്നതിന്റെ അർത്ഥം we must be people who have a love for the sinners നാം പാപികളെ സ്നേഹിക്കുന്നവരായിരിക്കണം, and have the humility and the willingness to reach out to those people. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു മനോഭാവവും താഴ്മയും And നമുക്കുണ്ടായിരിക്കണം. to live our life minding the things of God. ദൈവത്തിന്റെ കാര്യങ്ങളെ നോക്കി അനുസരിച്ച് നടക്കുന്ന വ്യക്തികളായി തീരണം എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Is that going to be our life this year? ഈ വർഷം നമ്മുടെ ജീവിതം ഇപ്രകാരമായി തീരുമോ? And so to have the mind of Christ means that we live our life to bring glory and honor to his name. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക എന്നാൽ അവന് മഹത്വവും ബഹുമാനവും കൊടുക്കുക എന്നുള്ളതാണ്. And that we live a life in such a way to restore the creation back to its original splendor. ദൈവിക സൃഷ്ടിയെ അതിന്റെ പ്രാരംഭ മഹിമയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. And to provide salvation for the sinners. പാപികൾക്ക് രക്ഷയെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കുക. It means we identify with the purpose of Jesus Christ. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ ഉദ്ദേശവുമായി നാം അനുരൂപീകരിക്കുക എന്നുള്ളതാണ്. The purpose of the life of Jesus is recorded in Luke chapter 19 verse 10. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. That he came to seek and to save the lost. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. And that should be our life purpose and our mission as well. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കണം. We have to have the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് വേണമെങ്കിൽ We have to mind his purpose. നാം ദൈവിക ഉദ്ദേശം അനുസരിച്ച് We have to ജീവിക്കുന്നവരായിരിക്കണം. do what he asked us to do. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ചെയ്തെടുക്കണം. Today as we conclude this message, I'm encouraging you to search our heart and our mind right now. ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ സന്ദേശത്തെ ഉപസംഹരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെ ശോധന ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. Do we truly have the mind of Christ? നമുക്ക് സത്യമായും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ? God's word is encouraging us to have the same mind that was also in Christ Jesus. ക്രിസ്തുവേശുവിലുള്ള അതേ മനോഭാവം നമ്മളിലും ഉണ്ടാകുവാനാണ് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. As we live by God's word, നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, as we love the people who are sinners, പാപികളായ മനുഷ്യരെ നാം സ്നേഹിക്കുമ്പോൾ, as we humble ourselves to reach out to those people who are in need, നമ്മെ തന്നെ താഴ്ത്തി അങ്ങനെയുള്ള മനുഷ്യരുടെ അടുക്കലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ, and we mind the purposes of God,
നാം ദൈവത്തിന്റെ ഉദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ we live in the blessings of God. നാം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ സാധിക്കും. God's word says, seek ye first the kingdom of God and his righteousness. ദൈവവചനം നമ്മോട് പറയുന്നത് മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ്. And all these things will be added to you. എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. This year is going to be a great year of great blessing in your life. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വർഷമായി തീരും. As you live by the mind of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ. Maybe you never received Christ as your Lord. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. Today is your opportunity to invite this Jesus into your heart. എന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു അവസരമാണ് ഇന്ന് നിങ്ങൾക്ക് And to കിട്ടിയിരിക്കുന്നത്. live a life of purpose. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. Let's pray as we conclude this message. ഈ സന്ദേശം ഉപസംഹരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for speaking to us. പിതാവേ, ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. We thank you for your word നിന്റെ വചനത്തിനായ സ്തോത്രം. that guides us into all the truth. ഞങ്ങളെ എല്ലാ നന്മകളിലേക്കും സത്യത്തിലേക്കും വഴി നടത്തുന്ന വചനം. We thank you for inspiring us today to have your mind. നിന്റെ മനസ്സുള്ളവരായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായ സ്തോത്രം. We pray that you will remove everything that is standing in the way of allowing your mind to take control of our life. എല്ലാ കാര്യങ്ങളെയും ദൈവമേ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Remove all the sins and all the clutters of this world that we can truly have the mind of Christ. ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെയും ലോകപരമായ ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിന് മനസ്സുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Give us your love for the sinners. Give us your humility to come down and reach out to people around us. പാപികളോടും നശിച്ചു പോകുന്നവരോടുമുള്ള ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. May Christ be revealed through us in this year. ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ വെളിപ്പെടുമാറാകണമേ. May you empower them through the Holy Spirit to live according to your will and your purposes. ദൈവ ഉദ്ദേശപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് We പ്രാർത്ഥിക്കുന്നു. give you all the glory and honor. എല്ലാ മഹത്വവും ബഹുമാനവും അങ്ങേക്ക് നൽകുന്നു. Thank you for answering our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. In Jesus' mighty name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. May the Lord bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. See you next Sunday again 6:30 p.m. from English to Malayalam, and I'm sure God is going to bless you as you listen to God's word. അടുത്ത ഞായറാഴ്ച വീണ്ടും 6:30 മുതൽ 7 വരെയുള്ള സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.